യുറേക്ക ഈസി ഇംഗ്ലീഷ് ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. ഇത് നമ്മുടെ 4ാമത്തെ ക്ലാസ്. കഴിഞ്ഞ 3 ക്ലാസ്സുകളിൽ നമ്മൾ 12 തരം സെന്റൻസുകൾ ഉണ്ടാക്കുന്നത് വരെ പഠിച്ചു കഴിഞ്ഞു. സിമ്പിൾ സെന്റൻസ്, കണ്ടിന്യൂസ് സെന്റൻസ്, പെർഫെക്റ്റ് സെന്റൻസ്, പെർഫെക്റ്റ് കണ്ടിന്യൂസ് സെന്റൻസ്, ഇങ്ങനെ 4 വിഭാഗങ്ങളിലായി പ്രസന്റ്, പാസ്റ്റ്, ഫ്യൂച്ചർ 3 കാലങ്ങളിലായി 12 തരം സെന്റൻസുകൾ എപ്രകാരം ഉണ്ടാക്കാമെന്ന് നമ്മൾ പഠിച്ചു. പ്രസന്റ് സിമ്പിൾ, ഹി ടീച്ചസ്, അവൻ പഠിപ്പിക്കുന്നു. പാസ്റ്റ് സിമ്പിൾ, ഹി ടോട്ട്, അവൻ പഠിപ്പിച്ചു. ഫ്യൂച്ചർ സിമ്പിൾ, ഹി വിൽ ടീച്ച്, അവൻ പഠിപ്പിക്കും. ഇത് കണ്ടിന്യൂസിലേക്ക് വരുമ്പോൾ he is teaching. Present continuous, അവൻ പഠിപ്പിക്കുകയായിരുന്നു. He was teaching, അവൻ പഠിപ്പിക്കുകയായിരുന്നു. He will be teaching, അവൻ പഠിപ്പിക്കുകയായിരിക്കും. ഇത് പെർഫെക്റ്റ് സെന്റൻസിലേക്ക് വന്നാൽ he has taught, അവൻ പഠിപ്പിച്ചിട്ടുണ്ട്. He had taught, അവൻ പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നു. He will have taught, അവൻ പഠിപ്പിച്ചു കഴിയും. Then പെർഫെക്റ്റ് കണ്ടിന്യൂസ് സെന്റൻസിലേക്ക് വന്നാൽ he has been teaching, അവൻ പഠിപ്പിച്ചുകൊണ്ടേയിരിക്കുകയാണ്. He had been teaching, അവൻ പഠിപ്പിച്ചുകൊണ്ടേ ഇരിക്കുകയായിരുന്നു. He will have been teaching, അവൻ പഠിപ്പിച്ചുകൊണ്ടേ ഇരിക്കുകയായിരുന്നു. ഇങ്ങനെ 12 തരത്തിൽ നമ്മൾ സെന്റൻസുകൾ പറയും. ഇനി നമുക്ക് ഈ സെന്റൻസുകളുടെ മറ്റൊരു രീതിയിലേക്ക് മാറ്റിക്കും. അതായത് ഈ സെന്റൻസുകളെയൊക്കെ നമ്മൾ പാസീവ് ഫോമിലേക്ക് മാറ്റിക്കൊണ്ട് എങ്ങനെയാണ് പറയുക, ആക്റ്റീവ് വോയിസ് എന്താണ്, പാസീവ് വോയിസ് എന്താണ് എന്നാണ് ഇപ്പോൾ പഠിക്കാൻ പോകുന്നത്. ആക്റ്റീവ് ആൻഡ് പാസീവ് വാചകങ്ങളെ നമുക്ക് ചെയ്യുന്നു എന്ന ഫോമിലും ചെയ്യപ്പെടുന്നു എന്ന ഫോമിലും പറയാം. ചെയ്യുന്നു എന്ന് പറയുമ്പോൾ അത് ആക്റ്റീവ് വോയിസും, ചെയ്യപ്പെടുന്നു എന്ന് പറയുമ്പോൾ അത് പാസീവ് വോയിസുമാണ്. ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ ഐ ടീച്ച്, അതിന്റെ അർത്ഥം ഞാൻ പഠിപ്പിക്കുന്നു എന്നാണ്. ഇവിടെ പഠിപ്പിക്കുന്നത് ഞാനാണ്, ഐ ആണ്. ഐ ടീച്ച്. ഐ ആം ടോട്ട്, ഇതിന്റെ അർത്ഥം എന്താണ്? എന്നെ പഠിപ്പിക്കുന്നു എന്നാണ്. ഇവിടെ ഞാനല്ല പഠിപ്പിക്കുന്നത്, എന്നെ മറ്റാരോ പഠിപ്പിക്കുന്നു. അപ്പോൾ ഐ ടീച്ച് ആക്റ്റീവ് ഫോം ആവുമ്പോൾ ഐ ആം ടോട്ട് എന്നത് പാസീവ് ഫോം ആണ്. ഈ രീതിയിൽ സെന്റൻസുകളെ ആക്റ്റീവ് എന്നും പാസീവ് എന്നും നമുക്ക് രണ്ടാക്കി തിരിക്കാം. അത് എപ്രകാരമാണ് ഉണ്ടാക്കാൻ പോകുന്നത് എന്നാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ശ്രദ്ധിക്കുക. ഇവിടെ he writes നോവൽ എന്ന സിമ്പിൾ പ്രസന്റ് ടെൻസിലുള്ള സെന്റൻസ്. നമ്മൾ പഠിച്ച 12 സെന്റൻസുകളിൽ സിമ്പിൾ പ്രസന്റ് ആയിട്ടുള്ള സെന്റൻസ് ആയത് പ്രസന്റ് സിമ്പിൾ. ഹി റൈറ്റ്സ് നോവൽ. ഹി എന്നത് സബ്ജക്റ്റും, റൈറ്റ്സ് എന്നത് വെർബും, നോവൽ എന്നത് ഒബ്ജക്റ്റ്. അപ്പോ ഹി റൈറ്റ്സ് നോവൽ എന്നത് ആക്റ്റീവ് ഫോമാണ്. എന്തുകൊണ്ട്? എഴുതുന്നു എന്ന് പറയുന്ന ക്രിയ ചെയ്യുന്നത് ആരാണ്? ഹി, അവനാണ്. സബ്ജക്റ്റ് അവനാണ്. ഈ സബ്ജക്റ്റ് ആണ് 1ാമത്തെ സ്ഥാനത്ത് വന്നത്. സബ്ജക്റ്റ്, വെർബ്, ഒബ്ജക്റ്റ്. ഇതാണ് SVO പാറ്റേൺ. SVO പാറ്റേൺ. അപ്പോൾ ഈ സെന്റൻസ് നിൽക്കുന്നത്
SVO പാറ്റേണിലാണ്. അപ്പൊ ഇത് ആക്റ്റീവ് വോയിസ് ആണ്. എങ്ങനെ മനസ്സിലായി? റൈറ്റ്സ് എന്ന് പറയുന്ന വെർബ് ചെയ്യുന്ന ആളായ ഈ ഒന്നാം സ്ഥാനത്ത് വരുന്നു. പാറ്റേൺ SVO പാറ്റേൺ, ഇത് ആക്റ്റീവ് വോയിസ്. ഇനി ഞാൻ ഇതിനെ പാസീവ് ഫോമിലേക്ക് മാറ്റും. ഓക്കെ, ഈ സബ്ജക്റ്റിന് പകരം ഒബ്ജക്റ്റിന് പ്രാധാന്യം കൊടുക്കണം. ഇവിടുത്തെ ഒബ്ജക്റ്റ് ആരാ? നോവൽ. അപ്പോ സബ്ജക്റ്റിന്റെ സ്ഥാനത്തേക്ക് ഒബ്ജക്റ്റ് ആയ നോവൽ വന്നു. അപ്പോ ഇവന്റെ സ്ഥാനത്താണ് നോവൽ വന്നത്. ഇനി ഇവന് ശേഷം റൈറ്റ്സ് ആണ്. റൈറ്റ്സ് എന്ന് പറയുന്ന വെർബ് പാസീവ് ഫോം ആവാൻ പോവുകയാണ്. നോക്കിക്കോളൂ. ഈസ് റിട്ടൺ. ഇനി ഹി എന്ന് പറയുന്ന ആള് നോവലിന്റെ സ്ഥാനത്തേക്ക് വരും, ഇങ്ങോട്ടേക്ക് വരും. അവിടേക്ക് വരുമ്പോ ഹീയുടെ കൂടെ ബൈ എന്ന് പറയുന്ന ഒരു ഏജന്റിനെ കൂട്ടും. ബൈ ഹി എന്നത് ഇവിടേക്ക് വരുമ്പോ രൂപം മാറുന്നു, ഹിം ആയി മാറും. അപ്പോ സബ്ജക്റ്റിന്റെ സ്ഥാനത്തുള്ള ഹി ഒബ്ജക്റ്റിന്റെ സ്ഥാനത്തേക്ക് വന്നപ്പോൾ ഹിമായി, തിരിച്ചിങ്ങോട്ട് വരികയാണെങ്കിൽ വീണ്ടും അവൻ ഹി ആയി മാറും. ഓക്കെ, അപ്പോ നോവൽ ഈസ് റിട്ടൺ ബൈ ഹി. ഇതിന്റെ പാറ്റേൺ എങ്ങനെയാണെന്ന് നോക്കൂ. ഒബ്ജക്റ്റ് എഴുതപ്പെട്ടു. എന്താണ് എഴുതപ്പെട്ടത്? നോവൽ. ഒബ്ജക്റ്റ് പ്ലസ് വെർബ് പ്ലസ് സബ്ജക്റ്റ്, OVS പാറ്റേൺ. ഇതാണ് പാസീവ് വോയിസ്. SVO പാറ്റേൺ ആക്റ്റീവ്, OVS പാസീവ്. എന്താണ് OVS? ഒബ്ജക്റ്റ് ഒന്ന്, പിന്നീട് വെർബ്, പിന്നീട് സബ്ജക്റ്റ്. അപ്പോ SVO പാറ്റേണിൽ നിന്ന് OVS പാറ്റേണിലേക്ക് മാറുമ്പോൾ പാസീവ് ഫോം. ഇനി ശ്രദ്ധിക്കുക, ഇവിടെ നോവൽ യെസ് ഓക്കെ ഈസ് റിട്ടൺ. നേരത്തെ ഇവിടെ റൈറ്റ്സ് ആണത്, ഇവിടെ ഈസ് റിട്ടൺ. ഇതാണ് ഈ സെന്റൻസിലെ ഏറ്റവും പ്രധാനപ്പെട്ട ചേഞ്ച്. റൈറ്റ്സ് എന്നത് ഈസ് റിട്ടൺ ആണ്. എന്താണ് ഇവിടെ സംഭവിച്ചത്? നമ്മൾ നേരത്തെ വെർബിന്റെ 7 ഫോം പഠിച്ചു. റൈറ്റ് ഓർ റൈറ്റ്സ്, റോട്ട്, റിട്ടൺ, റൈറ്റിംഗ്, ടു റൈറ്റ്, വിൽ റൈറ്റ് തുടങ്ങിയ ഫോമുകൾ നമ്മൾ നേരത്തെ പഠിച്ചല്ലോ. അപ്പോ വെർബിന്റെ 7 ഫോമുകൾ നമ്മൾ നേരത്തെ പഠിച്ചിരുന്നു. അതിലൊരു ഫോമായ, തേർഡ് ഫോമായ, പാസ്റ്റ് പാർട്ടിസിപ്പിൾ ആയ റിട്ടൺ ആണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോ റിട്ടൺ ഉപയോഗിച്ചു എന്ന് മാത്രമല്ല, ഇവിടെ ഇല്ലാത്ത ഒരാൾ കൂടി കൂടെ വന്നിരിക്കുന്നു. ആരാണത്? ഈസ്. ആക്റ്റീവ് വോയിസിൽ ഇല്ലാത്ത ഒരാളാണ് ഈസ് കൂടി ഇവിടെ വന്നിരിക്കുന്നു. ഈസ് ആരുടെ ഫോമാണ്? ബിയുടെ ഫോമാണ്. ഈസ് ബിയുടെ ഫോമാണ്. അപ്പോൾ ബിയുടെ ഏതെങ്കിലും ഒരു ഫോം വെർബിന്റെ പാസ്റ്റ് പാർട്ടിസിപ്പിളും ഉണ്ടായിരിക്കണം. ഏത് ഫോമിൽ? പാസീവ് ഫോം. ബി പ്ലസ് പി പി. ഞാൻ പാസ്റ്റ് പാർട്ടിസിപ്പിളിന് പി പി എന്ന് ഷോർട്ടാക്കി പറയാം. അപ്പോ ബി പ്ലസ് പി പി ആണ് പാസീവ് ഫോം. അപ്പൊ ഇവിടെ റൈറ്റ്സ് എന്ന് പറയുന്ന വെർബ് ഈസ് റിട്ടൺ ആയി മാറിയിരിക്കുന്നു. എങ്ങനെയാണ് ഈ മാറ്റം ഉണ്ടായതെന്ന് ശ്രദ്ധിക്കുക. ബി പ്ലസ് പി പി, അതായത് ബിയുടെ ഏതെങ്കിലും ഒരു ഫോം ഇവിടെ വന്നത് ഏതാ? ഈസ്. എന്തുകൊണ്ട് ഈസ് വന്നു? നമ്മൾ നേരത്തെ പഠിച്ചതാണ് ബിയുടെ ഫോമുകൾ. പ്രസന്റിൽ ഈസോ, ആറോ, ആമോ ആണെന്ന്. ഇവിടെ വെർബ് റൈറ്റ്സ് എന്ന് പറയുന്ന വെർബ് ആക്റ്റീവ് ഫോമിലെ വെർബ് പ്രസന്റ് ഫോമിലാണ്. അപ്പൊ വെർബ് ഏത് ഫോമിലാണോ ആക്റ്റീവ് വോയിസിൽ, എന്താണ് ആക്റ്റീവ് വോയിസിൽ വെർബ് ഏത് ഫോമിലാണോ ബിയുടെ ആ ഫോം ആയിരിക്കണം പാസീവിൽ വരേണ്ടത്. ഒന്നുകൂടി പറയാം, ആക്റ്റീവ് വോയിസിൽ വെർബ് ഏത് ഫോമിലാണോ ബിയുടെ അതേ ഫോം ആയിരിക്കണം പാസീവിൽ വരേണ്ടത്. അപ്പൊ ഇവിടെ റൈറ്റ്സ് എന്ന് പറയുന്ന വെർബ് ആക്റ്റീവില് പ്രസന്റ് ഫോമിലാണ്. അപ്പൊ ബിയുടെ പ്രസന്റ് ഫോമുകൾ ഏതൊക്കെയായിരുന്നു? നമ്മൾ നേരത്തെ പഠിച്ചു. ബിയുടെ പ്രസന്റ് ഫോം ഈസ്, ആർ, ആം. അപ്പൊ ഇവിടെ 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 ഈസ്,
വന്നിരിക്കുന്നു. ബിയുടെ പ്രസന്റ് ഫോമായ ഈസ്. ഇനി വെർബിന്റെ റൈറ്റ് എന്ന് പറയുന്ന വെർബിന്റെ തേർഡ് ഫോം ഏതാ? റിട്ടൺ. ഈസ് റിട്ടൺ. എന്തുകൊണ്ട് ഇവിടെ ഈസ് വന്നു? ഈസും ആറും ആമും ഉണ്ട്. ഇവിടെ ഈസ് വന്ന എന്താ? ഇവിടെ സബ്ജക്റ്റിന്റെ സ്ഥാനത്ത് വന്ന ഒബ്ജക്ട് നോവലാണ്. നോവൽ എന്ന ഏകവചനത്തിന്റെ കൂടെ ഈസ് ആണ് ഉപയോഗിക്കാം. അതുകൊണ്ട് നോവൽ ഈസ് റിട്ടൺ ബൈ ഹിം. അപ്പോൾ ഈ പറഞ്ഞ കാര്യം മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഒന്ന്, ആക്റ്റീവിൽ നിന്ന് പാസീവിലേക്ക് വരുമ്പോൾ പാറ്റേൺ മാറും. SVO OVS. നേരത്തെ ഉണ്ടായിരുന്ന സബ്ജക്റ്റിന്റെ സ്ഥാനത്തേക്ക് ഒബ്ജക്ട് വരും, ഒബ്ജക്റ്റിന്റെ സ്ഥാനത്തേക്ക് സബ്ജക്ട് വരും. കൂടാതെ ഒരു ബൈ ഏജന്റിനെ സഹായിയായിട്ട് എടുക്കാറുണ്ട്. അത് എവിടെ എപ്പോ എന്നുള്ളത് നമുക്ക് ഒന്ന് രണ്ട് സെന്റൻസ് ചെയ്യുമ്പോൾ മനസ്സിലാവും. നെക്സ്റ്റ്, വെർബ് ആണ് മാറേണ്ടത്. സബ്ജക്റ്റിന് ശേഷം വരുന്ന മെയിൻ ആയിട്ടുള്ള വെർബ് എന്തായി മാറും? പാസീവായി മാറും. വെർബിന്റെ പാസീവ് ഫോം എങ്ങനെയാ കിട്ടുന്നത്? ബി പ്ലസ് പി പി. ബി പ്ലസ് പി പി. ഓക്കെ. അപ്പോ ഇവിടെ നോവൽ ഈസ് റിട്ടൺ ബൈ ഹിം എന്ന് പറഞ്ഞിരിക്കുന്നു. ഇനി മറ്റ് സെന്റൻസുകളിലേക്ക് പോകുന്നതിന് മുൻപ് നമുക്ക് റൈറ്റ്സിന്റെ വിവിധ പാസീവ് ഫോമുകൾ കാണാം. റൈറ്റ് ഓർ റൈറ്റ്സ് ഈസ് റിട്ടൺ. കാരണം റൈറ്റ് പ്രസന്റിലാണ്, ഈസ് റിട്ടൺ. അങ്ങനെയാണെങ്കിൽ റൈറ്റിന്റെ പാസ്റ്റ് ഫോമായ റോട്ട് സ്വാഭാവികമായിട്ടും പറയാം എന്തായിരിക്കും? ഈസ്. ബിയുടെ പാസ്റ്റ് ഫോമായ വാസ് വെച്ചാൽ മതി. ഇത് തന്നെ തേർഡ് ഫോം തന്നെ, റിട്ടൺ. അപ്പോ വിൽ റൈറ്റ് ആണെങ്കിലോ? വിൽ റൈറ്റ്. ഇവിടെ ശ്രദ്ധിക്കുക, വിൽ റൈറ്റ്. റൈറ്റ് എന്ന വെർബിന്റെ ഫ്യൂച്ചർ ഫോം ആണ്. എങ്കിൽ ബിയുടെ ഫ്യൂച്ചർ ഫോം ആയ വിൽ ബി അല്ലെങ്കിൽ ഷാൽ ബി. വിൽ ബി റൈറ്റിന്റെ തേർഡ് ഫോം റിട്ടൺ. അങ്ങനെയാണെങ്കിൽ റൈറ്റിംഗ് ആണെങ്കിലും ഇതിന്റെ പാസീവ് ഫോം ഏതാ? റൈറ്റിംഗ്. റൈറ്റിംഗ് ING ഫോം ആണ്. അപ്പൊ ബിയുടെ ING ഫോം ഏതാ? ബി. ഓക്കെ. ഇനി നമ്മൾ ടു റൈറ്റ് വെച്ച് നോക്കുക. റൈറ്റ്, ടു റൈറ്റ്. ടു റൈറ്റ് ടു ഇൻഫിനിറ്റീവ് ഫോം ആണ്. ടു റൈറ്റ് എന്ന് പറയുമ്പോൾ റൈറ്റിന്റെ ടു ഇൻഫിനിറ്റീവ് ആണ്. എങ്കിൽ ബിയുടെ ടു ഇൻഫിനിറ്റീവ് ചേർക്കണം. എന്തായിരിക്കും പറയാ? ടു ബി റിട്ടൺ. ഈ വിട്ടുപോയത് ഏതാണ്? റിട്ടൺ. റിട്ടൺ ഏത് ഫോമാ? വെർബിന്റെ തേർഡ് ഫോം, പാസ്റ്റ് പാർട്ടിസിപ്പിൾ. ബിയുടെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഏതാ? ബി. ബി റിട്ടൺ. ഇവിടെ ഒക്കെ വന്ന മാറ്റം നിങ്ങൾ ശ്രദ്ധിക്കുക. എല്ലാ ഫോമിലും പാസീവില് വന്നപ്പോൾ റിട്ടൺ വന്നു. പക്ഷെ ഓരോ ടെൻസ്, ഓരോ സെന്റൻസിനനുസരിച്ച് ബിയുടെ ഫോം മാറി. ഒന്ന് ഈസ്, വാസ്, വിൽ ബി, ബീയിങ്, ടു ബി, ബീയിങ്. ഈ മാറ്റങ്ങളാണ് വരിക. നോക്കാം, നമുക്ക് ഓരോ സെന്റൻസ് ആയിട്ട് നോക്കാം. നെക്സ്റ്റ് സിമ്പിൾ പാസ്റ്റ് എടുക്കാം. ഹി റോട്ട് നോവൽ. ഹി റോട്ട് നോവൽ. പാസ്റ്റ് സിമ്പിൾ. ഇതിനെ പാസീവിലേക്ക് മാറ്റുമ്പോഴെങ്ങനെ? നേരത്തെ പറഞ്ഞ പോലെ തന്നെ സബ്ജക്റ്റിന്റെ സ്ഥാനത്തേക്ക് നോവൽ വരുന്നു. നോവൽ. ദെൻ റോട്ടിന്റെ പാസീവ് ഫോം. ഞാൻ പറഞ്ഞു ഏതൊരു വെർബിന്റെയും പാസീവ് ഫോം ബി പ്ലസ് പി. അപ്പൊ ഇവിടെ ബിയുടെ ഏത് ഫോം ചേർക്കണം? റോട്ട് പാസ്റ്റ് ഫോം ആയതുകൊണ്ട് ബിയുടെ പാസ്റ്റ് ഫോം ആയ വാസ് അല്ലെങ്കിൽ വേർ ചേർക്കണം. ഇവിടെ വാസാണോ വേറാണോ ചേർക്കേണ്ടത്? അവിടെ ശ്രദ്ധിക്കേണ്ടത് നോവൽ ഏകവചനം. അപ്പോ ആരെയാ വരുന്നത്? വാസ് ഏകവചനം. അപ്പൊ നോവൽ വാസ്. പിന്നെ റൈറ്റിന്റെ തേർഡ് ഫോം റിട്ടൺ ബൈ ഹിം. ഓക്കെ, റെഡി. ഇനി നമുക്ക് ഫ്യൂച്ചറിലേക്ക് എഴുതാം. സിമ്പിൾ ഫ്യൂച്ചർ. ഹി വിൽ റൈറ്റ് നോവൽ. നോവലിലേക്ക് വന്നു. ഹിയുടെ സ്ഥാനത്ത് വിൽ റൈറ്റ്. വിൽ റൈറ്റ് എന്താ? വിൽ റൈറ്റ് ഫ്യൂച്ചർ ഫോം ആണ്. അപ്പൊ ബിയുടെ ഫ്യൂച്ചർ ഫോം എഴുതണം.
വിൽ ബി ആണല്ലോ. എപ്പോഴും പാസീവ് ഫോം എന്ന് പറഞ്ഞാൽ ബി പ്ലസ് പി പി. ബിയുടെ ഏത് ഫോം? ഫ്യൂച്ചർ ഫോം വിൽ ബി. പി പി ഫോം ഏതാ? റിട്ടേൺ ബൈ. ഓക്കെ, എന്താ മാറിയത്? വിൽ ബി റിട്ടേൺ. വിൽ റൈറ്റ് എന്തായി മാറി? വിൽ ബി റിട്ടേൺ. എന്തുകൊണ്ട്? ബി പ്ലസ് ബി പി. ബി ഏതാണ്? വിൽ റൈറ്റ് എന്ന് പറയുമ്പോൾ ഫ്യൂച്ചർ ഫോം ആണ്. ബിയുടെ ഫ്യൂച്ചർ ഫോം വിൽ ബി. അപ്പോ നോവൽ വിൽ ബി റിട്ടേൺ ബൈ ഹിം. ഇനി നമുക്ക് അടുത്ത സെന്റൻസിലേക്ക് പോവാം. കണ്ടിന്യൂസ്. ശ്രദ്ധിച്ചോളൂ. ഹി സബ്ജക്റ്റീവ് പ്ലസ് ബിയുടെ ഫോം ഈസ് പ്ലസ് വെർബ് ing ഫോം. He is writing novel. ഇവിടെ ശ്രദ്ധിക്കുക നിങ്ങൾ. സിമ്പിൾ സെന്റൻസിൽ സബ്ജക്ട് കഴിഞ്ഞ് തൊട്ടടുത്ത് വെർബായിരുന്നു. കണ്ടിന്യൂസ് സെന്റൻസിൽ ഒരു ഹെൽപ്പിംഗ് വെർബ് വരുന്നുണ്ട്. അതാരാ? ബിയുടെ ഫോം. ഇവിടെ ബിയുടെ ഫോം ഏതാ? ഈസ്. ശ്രദ്ധിക്കുക, സിമ്പിൾ സെന്റൻസ് സബ്ജക്ട് കഴിഞ്ഞാൽ വെർബ്, ഹെൽപ്പിംഗ് വെർബ് അവിടെ ഇല്ല. എന്നാൽ കണ്ടിന്യൂസ് സെന്റൻസിൽ ഒരു ഹെൽപ്പിംഗ് വെർബ് ബിയുടെ ഫോമായ ഈസ് ഫോം. അപ്പൊ നോവൽ, ഹീക്ക് പകരം നോവൽ. ഇവിടെ വെർബിന്റെ ഇപ്പുറത്ത് വന്ന ഹെൽപ്പിംഗ് വെർബ് എന്തായാലും പാസീവ് ഫോമിൽ വരണം. ഈസ്. നോവൽ ഈസ്. ഇനി മാറ്റേണ്ടത് റൈറ്റിംഗ് എന്ന് പറയുന്ന വെർബിനെയാണ്. റൈറ്റിംഗ് ഏത് ഫോമിലാണ്? ing ഫോം. അപ്പോ ബി പ്ലസ് റിട്ടേൺ ആയി മാറും. ഇവിടെ ഉപയോഗിക്കേണ്ട ബിയുടെ ഏത് ഫോമാണ്? ing ഫോം. ബിയുടെ ing ഫോം ഏതാ? ബീയിങ്. ബീയിങ് റിട്ടേൺ ബൈ ഹിം. ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ആക്റ്റീവ് വോയിസിലുള്ള ഹെൽപ്പിംഗ് വെർബ് അതേപോലെ പാസീവ് വോയിസിൽ വന്നു. ആക്റ്റീവ് വോയിസിലുള്ള ഹെൽപ്പിംഗ് വെർബ് അതേപോലെ പാസീവ് വോയിസിൽ വന്നു. ഇവിടെ ഈസ്, ഈസ് തന്നെ. ഇവിടെ നോവൽ ഏകവചനാണ്, അതുകൊണ്ട് ഇവിടെയും ഈസ്. ദെൻ റൈറ്റിംഗ് എന്ന് പറയുന്ന വെർബാണ് പാസീവ് ആയത്. എങ്ങനെയാ പാസീവ് ആവുക? ബി പ്ലസ് ബി പി. ഇവിടെ ഉപയോഗിക്കേണ്ട ബി ഏതാ? ing ഫോം. ബിയുടെ ing ഫോം ഏതാ? ബീയിങ്. വെർബിന്റെ തേർഡ് ഫോം ഏതാ? റിട്ടേൺ. എ നോവൽ. നോവൽ ഈസ് ബീയിങ് റിട്ടേൺ ബൈ ഹിം. ഓക്കേ, ഇനി നമുക്ക് പാസ്റ്റ് കണ്ടിന്യൂസിനെ വരാം. വന്ന മാറ്റം ആകെ എന്താ? പാസ്റ്റില് ഹി വാസ് റൈറ്റിംഗ് നോവൽ. അപ്പൊ ഇവിടെ വരുന്ന മാറ്റം ഒന്നേ ഉള്ളൂ. ഹി വാസ് ബീയിങ് റിട്ടൺ, സോറി, നോവൽ വാസ് ബീയിങ് റിട്ടൺ ബൈ ഹിം. ഓക്കെ, ഇനി നമുക്ക് ഫ്യൂച്ചർ വന്നാലോ? നോക്കൂ, ഹി വിൽ ബി റൈറ്റിംഗ് നോവൽ. നോവൽ വിൽ ബി ബീയിങ് റിട്ടൺ ബൈ ഹിം. ഇത് പ്രയോഗിക്കാറില്ല. അതാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. എന്താണ് ഫ്യൂച്ചർ കണ്ടിന്യൂസ് സെന്റൻസ്? ഇത് പ്രകാരം, ഈ നിയമപ്രകാരം നമുക്ക് വേണമെങ്കിൽ എന്ന് പറയാം, ഹി നോവൽ വിൽ ബി ബീയിങ് റിട്ടൺ ബൈ ഹിം. എന്നാൽ പൊതുവെ ഫ്യൂച്ചർ കണ്ടിന്യൂസ് സെന്റൻസ് പാസീവ് ഫോം ഉപയോഗിക്കാറില്ല. അപ്പോ ഇവിടെ നമുക്ക് ഹി വിൽ ബി റൈറ്റിംഗ് നോവൽ, നോവൽ വിൽ ബി ബീയിങ് റിട്ടൺ ബൈ ഹിം എന്ന് പറയുന്ന ഫോം ഉപയോഗിക്കാറില്ല. വേണമെങ്കിൽ നമ്മൾ ഈ പറഞ്ഞ സൈൻസ് വെച്ചിട്ട് ചെയ്യാം, ഉപയോഗിക്കാറില്ല. ഓക്കെ, സിമ്പിൾ സെന്റൻസുകളും കണ്ടിന്യൂസ് സെന്റൻസുകളും ആക്റ്റീവിൽ നിന്ന് പാസീവ് ആക്കുന്നത് എങ്ങനെയെന്ന് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. പ്രസന്റ് സിമ്പിൾ, പാസ്റ്റ് സിമ്പിൾ, ഫ്യൂച്ചർ സിമ്പിൾ, ഇതിന്റെ മൂന്നിന്റെയും പാസീവ് ഫോം പറഞ്ഞു. പ്രസന്റ് കണ്ടിന്യൂസ്, പാസ്റ്റ് കണ്ടിന്യൂസ്, ഇതിന്റെ രണ്ടിന്റെയും പറഞ്ഞു. ഫ്യൂച്ചർ കണ്ടിന്യൂസ് പാസീവിൽ ഇല്ല എന്ന് പറഞ്ഞു. ഇനി നമ്മൾ പറയേണ്ടത് പെർഫെക്റ്റ് ആണ്. പെർഫെക്റ്റ് സെന്റൻസിന്റെ ഘടന എങ്ങനെയായിരുന്നു? നേരത്തെ നമ്മൾ പഠിച്ചതാണ്. എങ്ങനെയായിരുന്നു? പെർഫെക്റ്റ് എന്ന് പറയുമ്പോൾ ഹാവിന്റെ രൂപങ്ങൾ വരണം. അപ്പോ ഹി ഹാസ്, വെർബ് തേർഡ് ഫോമിലാണ്, റിട്ടൺ. ഹി ഹാസ് റിട്ടൺ നോ. ഇതാണ് പ്രസന്റ് പെർഫെക്റ്റ് ടെൻസ്. ഇതിനെ പാസീവിലേക്ക് മാറ്റുമ്പോൾ നേരത്തെ ചെയ്തതുപോലെ തന്നെ ഹി എന്ന സബ്ജക്റ്റിന്റെ സ്ഥാനത്തേക്ക് നോവൽ വരട്ടെ. നോവൽ.
ഇനി ആക്റ്റീവ് വോയിസ് എന്ന ഈ സെന്റൻസിലുള്ള ഹാസിനെ അതേപോലെ ഉപയോഗിക്കുന്നു. നോവൽ ഹാസ്. റിട്ടൺ പാസീവിലേക്ക് മാറണം. റിട്ടൺ വെർബിന്റെ തേർഡ് ഫോം ആണ്. ഓക്കെ, അപ്പൊ വെർബിന്റെ തേർഡ് ഫോം മാറുമ്പോൾ ബിയുടെ തേർഡ് ഫോം വരണല്ലോ. ബിയുടെ തേർഡ് ഫോം ഏതാ? ബി. ഇനി റിട്ടന്റെ തേർഡ് ഫോം റിട്ടൺ ആണ്. റിട്ടൺ ബൈ ഹിം. അപ്പൊ ഇവിടെ നോവൽ, ഓക്കെ, എനിക്ക് പോലെ നോവൽ വന്നു. ഹാസ് അതേപോലെ കൊണ്ടുവന്നു. റിട്ടൺ തേർഡ് ഫോമിൽ വന്നു. ബി പ്ലസ് റിട്ടൺ ആയി പാസീവ്. അപ്പോ റിട്ടന്റെ തേർഡ് ഫോം ആയതുകൊണ്ട് ബിയുടെ തേർഡ് ഫോം ബി ഹാസ് ബീൻ റിട്ടൺ ബൈ ഹിം. ഇനി ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കുക, എല്ലാ പെർഫെക്റ്റിലും ഹാസ്, ഹാവ്, ഹാഡ് ഏതെങ്കിലും വരുമല്ലോ. അപ്പൊ ഇവിടെ ഹാവ്, ഹാവിന്റെ ഫോമിന് പിന്നാലെ ഒരു വെർബ് വരുന്നുണ്ടെങ്കിൽ അത് തേർഡ് ഫോമിലായിരിക്കണം. അതുകൊണ്ട് ഹാസിന്റെ പിന്നാലെ ബീനാണ് വന്നത്. അതങ്ങനെ വരാൻ പാടുള്ളൂ. ഹാസ് ബീൻ, ഹാവ് ബീൻ, ഹാഡ് ബീൻ, വിൽ ഹാവ് ബീൻ എന്നേ വരാൻ പാടുള്ളൂ. ഹാസ് ഈസ് എന്ന് പറയാറില്ല. ഹാസ് വാസ് എന്ന് പറയാറില്ല. അതുകൊണ്ട് തന്നെ നോവൽ ഹാസ് ബീൻ റിട്ടൺ ബൈ ഹിം. ഓക്കെ, നെക്സ്റ്റ് ഇത് പാസ്റ്റ് പെർഫെക്റ്റ്ലി ആവുമ്പോൾ ആകെ വരുന്ന മാറ്റം എന്തായിരുന്നു? ഹി ഹാഡ് റിട്ടൺ. അത് പാസീവിൽ വരുമ്പോ എന്താ മാറ്റം? നോവൽ ഹാഡ് ബീൻ. ഇനി ഫ്യൂച്ചർ പെർഫെക്റ്റ്ലി വരുമ്പോഴോ ഹി, ഹാവിന്റെ ഫ്യൂച്ചർ ഫോം ഹി വിൽ ഹാവ്. എന്താ വരിക? ഹി വിൽ ഹാവ് റിട്ടൺ. നോവൽ വിൽ ഹാവ് ബീൻ. നോവൽ വിൽ have been written by him. ഇതാണ് പെർഫെക്റ്റ് സെന്റൻസുകളുടെ പാസീവ് ഫോം. ഇനി വരുന്ന സെന്റൻസ് ഏതായിരുന്നു? പെർഫെക്റ്റ് കണ്ടിന്യൂസ്. ഏതായിരുന്നു പെർഫെക്റ്റ് കണ്ടിന്യൂസ്? പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ്. ഹി ഹാസ് ബീൻ റൈറ്റിംഗ്. പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ്. ഹി ഹാഡ് ബീൻ റൈറ്റിംഗ്. ഫ്യൂച്ചർ പെർഫെക്റ്റ് കണ്ടിന്യൂസ്. ഹി വിൽ ഹാവ് ബീൻ റൈറ്റിംഗ്. ഇതിന്റെ പാസീവ് ഫോം ഏതാണ്? ഈ മൂന്നിനും പാസീവ് ഫോം പറയാറില്ല. വേണമെങ്കിൽ നമുക്ക് നേരത്തെ പറഞ്ഞ പോലെ ആ ഒരു സയൻസ് വെച്ച് എഴുതട്ടോ. ഹി ഹാസ് ബീൻ റൈറ്റിംഗ് നോവൽ. നോവൽ ഹാസ് ബീൻ ബീയിങ് റിട്ടൺ ബൈ ഹിം എന്നെഴുതാം. പക്ഷേ ഇത് പ്രയോഗിക്കാറില്ല. ഇങ്ങനെയൊരു പ്രയോഗമില്ല. അപ്പോ നമ്മൾ 12 സെന്റൻസിൽ 3 കാലങ്ങളിലായി നേരത്തെ പഠിച്ച 12 സെന്റൻസിൽ 8 സെന്റൻസുകൾക്ക് പാസീവ് ഫോം ഉള്ളൂ. ഏതൊക്കെ? പ്രസന്റ് സിമ്പിൾ, പാസ്റ്റ് സിമ്പിൾ, ഫ്യൂച്ചർ സിമ്പിൾ, പ്രസന്റ് കണ്ടിന്യൂസ്, പാസ്റ്റ് കണ്ടിന്യൂസ്, പ്രസന്റ് പെർഫെക്റ്റ്, പാസ്റ്റ് പെർഫെക്റ്റ്, ഫ്യൂച്ചർ പെർഫെക്റ്റ്. ഈ 8 ഫോമുകൾക്ക് 8 സെന്റൻസുകൾക്ക് പാസീവ് ഫോം പറയൂ. ബാക്കി 4 പാസീവ് ഫോം പറയാറില്ല. അപ്പോ പാസീവ് ഫോം പറയാത്ത സെന്റൻസുകൾ ഏതൊക്കെയാ? ഫ്യൂച്ചർ കണ്ടിന്യൂസ്, പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ്, പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ്, ഫ്യൂച്ചർ പെർഫെക്റ്റ് കണ്ടിന്യൂസ്. ഈ 4 തരം സെന്റൻസുകൾക്ക് പാസീവ് ഫോം പറയാറില്ല. അപ്പൊ ആക്റ്റീവിൽ നിന്ന് പാസീവിലേക്ക് എങ്ങനെയാണ് വരുന്നതെന്ന് നമ്മൾ പ്രത്യക്ഷത്തില് പറഞ്ഞു. ശ്രദ്ധിക്കേണ്ട കാര്യം, ഇത് ഈ ആക്റ്റീവ് ആൻഡ് പാസീവ് സ്പർശിച്ചു പോയിട്ടേ ഉള്ളൂ. ഇതിനെ കുറെ കൂടി ആഴത്തിൽ നമ്മൾക്ക് പഠിക്കേണ്ടതുണ്ട്. അത് നമ്മൾ തുടർന്ന് അടുത്ത ഘട്ടമായിട്ട് പഠിക്കും. ഇപ്പോൾ നമ്മൾ ഇത് ഇങ്ങനെ തുടർന്നു പോവുകയാണ്. അപ്പോ ഈ ആക്റ്റീവ് ആൻഡ് പാസീവ് വോയിസോടുകൂടി നമുക്ക് ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിപ്പിക്കാവുന്നതാണ്. അപ്പോ നിങ്ങളെല്ലാവരും ഈ 1 മുതൽ 4 വരെയുള്ള ഈ ക്ലാസുകൾ പറഞ്ഞ പ്രകാരം കേൾക്കുകയും വേണ്ട രീതിയിൽ പരിശീലിക്കുകയും ചെയ്യുക. ഇതെല്ലാം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ പഠനത്തിലെ തുടക്കക്കാരായ ആളുകൾക്ക് വേണ്ടി പ്ലാൻ ചെയ്തതാണ്. ഇത് പഠിച്ചു കഴിയുമ്പോഴേ ഇതിന്റെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് കുറെ പറയാനുണ്ട്. ആ കാര്യങ്ങളിലേക്ക് കടക്കണമെങ്കിൽ ഇതുവരെ എടുത്ത ക്ലാസ്സുകളൊക്കെ കൃത്യമായിട്ട് പഠിക്കുക. ഓക്കെ, താങ്ക് യു.